നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ഡൽഹിയിൽ വലിയ കോളുകളൊക്കെ സൃഷ്ടിക്കുന്ന രാഷ്ട്രീയ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. പഞ്ചാബിൽ നിന്നുള്ള രാഘവ് ചദ്ദയും കൂട്ടരും ഇപ്പോൾ AAP വിട്ട് നേരെ BJPയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. അതെ, ഇപ്പോൾ കൂറുമാറ്റ നിരോധന നിയമം പോലും ബാധകമല്ലാത്ത രീതിയിൽ 50%-ലേറെ പേർ ഇപ്പോൾ വന്നിരിക്കുന്നു എന്നാണ്. 10-7 പേർ. രാഘവ് ചദ്ദ അടക്കം, സ്വാതി മാലിവാൾ അടക്കം എല്ലാവരും വന്നിട്ടുണ്ട്. അശോക് മിത്തൽ അടക്കം. അശോക് മിത്തൽ ഇല്ല, അശോക് മിത്തൽ ഇപ്പൊ ഡെപ്യൂട്ടി ലീഡറാണ് രാജ്യസഭയിലെ. അപ്പൊ 7 പേർ അല്ലേ? 7 പേരുടെ പേര് വേണം ഞാൻ പറയാം. ആം ആദ്മി പാർട്ടി പേരുകളൊന്ന് പറഞ്ഞാൽ നല്ലതായിരുന്നു. അശോക് മിത്തലും വന്നു കേട്ടോ. അതാണ് അശോക് മിത്തൽ, സന്ദീപ് പഥക് എന്നിവർ വന്നിട്ടുണ്ട്. സ്വാതി മാലിവാൾ, ഹർഭജൻ സിംഗ്, രാജീന്ദർ ഗുപ്ത, വിക്രം സായി. 4, 2, 6, 1, 7 പേര്. അങ്ങനെ 7 പേരാണ് വന്നത്. രാഘവ് ചദ്ദ ഉൾപ്പെടെ. ഇത് ഞാൻ പ്രതീക്ഷിച്ചിരുന്ന സംഭവമാണ്. ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇദ്ദേഹത്തെ മാറ്റിയപ്പോൾ, രാഘവ് ചദ്ദയെ രാജ്യസഭ ആം ആദ്മി പാർട്ടിയുടെ രാജ്യസഭ ഡെപ്യൂട്ടി ലീഡർ സ്ഥാനത്ത് നിന്ന് മാറ്റിയപ്പോൾ തന്നെ ഞാൻ ഈ കാര്യം സൂചിപ്പിച്ചിരുന്നു. അദ്ദേഹം താമസിയാതെ ആം ആദ്മി പാർട്ടി വിടും, മിക്കവാറും അദ്ദേഹം രാജ്യസഭ MP സ്ഥാനം രാജിവെക്കും എന്നാണ് പൊതുവെ ഉണ്ടായിരുന്ന ഒരു വിലയിരുത്തൽ. ഇപ്പൊ ഞാനന്ന് അത് പറഞ്ഞിരുന്നു, പല ചർച്ചകളിലും ഞാനത് ചൂണ്ടിക്കാട്ടിയിരുന്നു. രാഘവ് ചദ്ദ താമസിയാതെ രാജിവെച്ച് BJPയിൽ ചേരും എന്നാണ് ഞാനന്ന് പറഞ്ഞിരുന്നത്. കാരണം വളരെ കൃത്യമായിട്ട് നമുക്കറിയാം ആരാണ് അരവിന്ദ് കെജ്രിവാൾ എന്ന് നമുക്കറിയാം. ഈ അഴിമതിക്കെതിരായ അണ്ണാ ഹസാരയുടെ സമരം, ലോക്പാൽ രൂപീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള അണ്ണാ ഹസാരയുടെ സമരം, ആ സമരത്തിന്റെ ഒരു ബൈ പ്രോഡക്റ്റ് ആണ് അരവിന്ദ് കെജ്രിവാൾ. അരവിന്ദ് കെജ്രിവാളും ആം ആദ്മി പാർട്ടി രണ്ടും അതിന്റെ ബൈ പ്രോഡക്റ്റ് ആണ്. അരവിന്ദ് കെജ്രിവാള് ഈ സത്യത്തിൽ ഡൽഹിയിൽ ഇത് വാസ്തവത്തിൽ ഈ അന്നത്തെ കോൺഗ്രസിന്റെ അഴിമതി UPA സർക്കാരിനെതിരെ, അഴിമതി സർക്കാരിനെതിരെ വളരെ അതിരൂക്ഷമായിട്ട് അന്ന് BJP ഉൾപ്പെടെയുള്ള കക്ഷികൾ അണ്ണാ ഹസാരയെ പിന്തുണച്ച് രംഗത്ത് വന്നു. എനിക്ക് തോന്നുന്നു അന്ന് CPM ഉൾപ്പെടെയുള്ളവർ പിന്തുണച്ചു. അങ്ങനെ രംഗത്ത് വന്ന അങ്ങനെയൊക്കെ ആൾക്കാരുടെ പിന്തുണയോടുകൂടി പിന്നെ എന്താ പറയുക, വളരെ മുന്നേറിയ ഒരു സമരം. അതുപോലെ തന്നെ അന്ന് നമ്മൾ കണ്ടതാണ് പതഞ്ജലി, ബാബ രാംദേവിന്റെ സമരം. പക്ഷെ ഇതിനൊക്കെ വലിയ ചലനങ്ങൾ ഉണ്ടാക്കാൻ പറ്റി ഡൽഹിയിൽ. അന്നത്തെ UPA സർക്കാരിന്റെ സിംഹാസനം വിറച്ചു എന്നുള്ളത് സത്യമാണ്. പക്ഷെ അതിനുശേഷം അണ്ണാ ഹസാരെ പതുക്കെ പുറകിലേക്ക് പോവുകയും ഇതിന്റെ കോർഡിനേറ്റർ ആയിരുന്ന അരവിന്ദ് കെജ്രിവാൾ മുന്നോട്ട് വരികയും ചെയ്തു. അരവിന്ദ് കെജ്രിവാള് ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു. അതൊക്കെ നമുക്കറിയുന്ന കാര്യങ്ങളാണ്. ഒരു രാഷ്ട്രീയ പാർട്ടി ആം ആദ്മി പാർട്ടി അതിന്റെ ചിഹ്നമായിട്ട് ചൂല് തിരഞ്ഞെടുത്തു. അങ്ങനെ മുന്നോട്ട് വന്ന അരവിന്ദ് കെജ്രിവാള് അവിടെ മത്സരിച്ചു. അന്ന് ഡൽഹിയിലേക്ക് കുറച്ച് സീറ്റുകളൊക്കെ നേടി. പക്ഷെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി BJP ആയിരുന്നു. BJPക്ക് 1-2 സീറ്റ് കേവല ഭൂരിപക്ഷത്തിന് കുറവായിരുന്നു. സത്യത്തിൽ അന്ന് തന്നെ ഞാൻ പറഞ്ഞതാണ്, അല്ലെങ്കിൽ അന്ന് തന്നെ ഞാൻ മനസ്സിലാക്കിയതാണ്, ഈ ആം ആദ്മി പാർട്ടി എന്ന് പറയുന്നത് കൃത്യമായിട്ടും അണ്ണാ ഹസാരയുടെ സമരത്തിന്റെ ബൈ പ്രോഡക്റ്റ് അല്ല, അത് കോൺഗ്രസിന്റെ ബൈ പ്രോഡക്റ്റ് ആണ്. കോൺഗ്രസ് പാർട്ടിയാണ് അരവിന്ദ് കെജ്രിവാളിന് ജന്മം കൊടുത്തത്. അരവിന്ദ് കെജ്രിവാൾ എന്ന നേതാവിനെ, എന്ന വ്യക്തിയെ, ആ കോർഡിനേറ്ററെ, സമരത്തിന്റെ കോർഡിനേറ്ററെ അണ്ണാ ഹസാരെ ഗ്രൂപ്പിൽ നിന്ന് അടർത്തിയെടുത്ത് കൊണ്ടുവരികയും അയാളെ ഉപയോഗിച്ചൊരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി ഡൽഹിയിൽ ഒരു പാവ സർക്കാരിനെ സൃഷ്ടിക്കുകയും ചെയ്യുകയാണ് കോൺഗ്രസ് ചെയ്തത്. പക്ഷെ ഒരു കാര്യമുണ്ട്, ആദ്യഘട്ടത്തിൽ ഇപ്പോ നരേന്ദ്രമോദിക്ക് ബദലാകാനുള്ള ഒരാൾ എന്ന തരത്തിൽ പ്രചരിപ്പിക്കപ്പെട്ട ഒരാളാണ്. ഇപ്പൊ എന്തെങ്കിലും പറയാൻ കപ്പാസിറ്റി ഉള്ള ഒരാൾ സ്റ്റാലിൻ എന്ന് എല്ലാരും പറയുന്ന പോലെ തന്നെ അന്ന് ഒരു പക്ഷേ നരേന്ദ്രമോദിക്ക് ബദലായി മുഖാമുഖം നിൽക്കാൻ കഴിവുള്ള ആളാണ് എന്ന് പറഞ്ഞു വന്നെങ്കിലും ഒന്നുമല്ലാതായി മാറുന്ന കാഴ്ച. അന്നും അരവിന്ദ് കെജ്രിവാൾ ഒന്നുമല്ലായിരുന്നു. നമുക്ക് ഇതെല്ലാം മാധ്യമങ്ങളിലൂടെ ഉണ്ടാക്കുന്ന ഒരു ഹൈപ്പാണ്. അതായത് കോൺഗ്രസിന് അന്ന് ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ നോട്ട എന്ന് പറയുന്ന ഒരു സംവിധാനം വോട്ടിംഗ് യന്ത്രത്തിൽ കൊണ്ടുവന്നത് എന്തിനാണ്? അതായത് കോൺഗ്രസ് വിരുദ്ധ വോട്ടുകൾ BJPയിലേക്ക് പോകുന്നത് തടയുക. BJPക്ക് വോട്ട് ചെയ്യാൻ എനിക്ക് വലിയ ഇഷ്ടമൊന്നുമല്ല, പക്ഷെ ഈ കോൺഗ്രസിനെ ഞാൻ മടുത്തു. അഴിമതി. അതുകൊണ്ട് ഞാൻ കോൺഗ്രസിന് വോട്ട് ചെയ്യത്തില്ല. ഞാനൊരു കോൺഗ്രസ്സുകാരനാണ്.
അപ്പോൾ ഞാൻ എന്ത് വേണം? ഞാൻ BJP വോട്ട് ചെയ്യാൻ തയ്യാറാണ്. ഇപ്പൊ BJP എന്റെ വോട്ട് പോകരുത്. അവിടെ വളരെ സമർത്ഥമായിട്ട് പാർലമെന്റിൽ നിയമം കൊണ്ടുവന്ന് നോട്ട, അതായത് ഈ പറയുന്ന ഒരു രാഷ്ട്രീയ കക്ഷിയെ ഞാൻ അനുകൂലിക്കുന്നില്ല എന്നൊരു സാധനം കോൺഗ്രസ് കൊണ്ടുവന്നു. അതും സത്യത്തിൽ BJPയെയും നരേന്ദ്രമോദിയെയും പിടിച്ചു കെട്ടാനായിരുന്നു. അത് ചീറ്റിപ്പോയി എന്നുള്ളതാണ് സത്യം. അതുപോലെ അവർ നടത്തിയ ഒരു പരീക്ഷണമാണ് അരവിന്ദ് കെജ്രിവാളും ആം ആദ്മി പാർട്ടിയും പിന്നെ ചൂലും. പക്ഷേ അന്ന് അത് ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചില അനക്കങ്ങളൊക്കെ ഉണ്ട്. അന്ന് ഞാൻ പറഞ്ഞല്ലോ, BJPക്ക് കേവലം 2 സീറ്റിന്റെ കുറവുണ്ടായിരുന്നു കേവല ഭൂരിപക്ഷത്തിന്. അന്ന് കോൺഗ്രസ് എന്താണ് ചെയ്തത്? അരവിന്ദ് കെജ്രിവാളിനെ പിന്നിൽ നിന്ന് പിന്തുണച്ചു. അങ്ങനെ കെജ്രിവാൾ അവിടെ ഭരണത്തിൽ കയറി. നോക്കൂ, കോൺഗ്രസിന്റെ ഷീലാ ദീക്ഷിതിന്റെ സർക്കാരിനെതിരെ, അവരുടെ അഴിമതിക്കെതിരെ ഘോരഘോരം പ്രസംഗിച്ച അരവിന്ദ് കെജ്രിവാള് അതേ കോൺഗ്രസിന്റെ പിന്തുണ വാങ്ങിച്ചുകൊണ്ട് ഡൽഹിയിൽ അധികാരത്തിൽ കയറി. അപ്പോൾ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. ആരൊക്കെയാണ് അരവിന്ദ് കെജ്രിവാളിന്റെ പുറകിൽ എന്ന് അന്ന് തന്നെ മനസ്സിലായതാണ്. എന്തായാലും അവിടുന്ന് തുടങ്ങിയ അരവിന്ദ് കെജ്രിവാള് ഇപ്പോഴിതാ ഈ മദ്യനയ അഴിമതി കേസിൽ, അതും അന്നത്തെ തെലങ്കാന സർക്കാരിലെ മുഖ്യമന്ത്രിയുടെ മകളുമായിട്ട് ചേർന്ന് നടത്തിയ മദ്യ ലൈസൻസ് കൊടുത്തതിൽ അഴിമതി, അതിൻ്റെ പിന്നെ ഇടപാടുകളിൽ വലിയ തുക കൈക്കൂലി വാങ്ങി എന്ന ഒരു ആരോപണം ഉയരുകയും അഴിമതി അത് അന്വേഷിക്കാൻ നിർദ്ദേശം വരികയും ചെയ്തു. അതിൻ്റെ വെളിച്ചത്തിൽ ED അടക്കമുള്ള ഏജൻസികൾ നടത്തിയ അന്വേഷണത്തിലാണ് അരവിന്ദ് കെജ്രിവാളിന് മുമ്പേ തന്നെ ഉപമുഖ്യമന്ത്രിയായിരുന്ന മനീഷ് സിസോദിയ ജയിലിൽ പോയത്. ആയിരിക്കണം, ആരോഗ്യമന്ത്രിയായിരുന്നു. അങ്ങനെ ഇവർ ജയിലിൽ കിടക്കുന്ന സമയത്ത് നമ്മൾ കണ്ട ഒരു കാഴ്ച, ഈ രാഘവ് ചദ്ദ ഇതിനെക്കുറിച്ച് ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല. അദ്ദേഹം അരവിന്ദ് കെജ്രിവാളിനെ ന്യായീകരിക്കാനോ ഈ അഴിമതി ആരോപണത്തെ നിഷേധിക്കാനോ തയ്യാറായില്ല. അദ്ദേഹം മൗനത്തിലായിരുന്നു. അരവിന്ദ് കെജ്രിവാള് നീണ്ട നിയമ പോരാട്ടമാണ്, കീഴ്ക്കോടതി തൊട്ട് സുപ്രീം കോടതി വരെ പോയെങ്കിലും അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയില്ല. ഒടുവിൽ വളരെ അതെ, ഇദ്ദേഹത്തെ അനുകൂലിച്ച് ആരും രംഗത്ത് വന്നില്ല. ഇപ്പൊ മാറിയ ഈ 7 പേരും അദ്ദേഹത്തെ അനുകൂലിച്ച് രംഗത്ത് വന്നില്ല എന്നുള്ളതാണ്. അന്ന് അങ്ങനെ ഈ അരവിന്ദ് കെജ്രിവാള് അവസാനം വലിയ പ്രയാസപ്പെട്ട് ജാമ്യമൊക്കെ സംഘടിപ്പിച്ച് പുറത്തിറങ്ങി കഴിഞ്ഞ് ആദ്യം ചെയ്ത പണി ഈ രാഘവ് ചദ്ദയുടെ ഡെപ്യൂട്ടി ലീഡർ സ്ഥാനം, രാജ്യസഭയിലെ ആം ആദ്മി പാർട്ടിയുടെ ഡെപ്യൂട്ടി ലീഡർ ആയിരുന്ന അദ്ദേഹത്തെ അതിൽ നിന്ന് മാറ്റി. രാഘവ് ചദ്ദ ഒരു പരാതിയും പറഞ്ഞില്ല. പക്ഷെ അന്ന് തന്നെ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ഞാൻ ചൂണ്ടിക്കാണിച്ചൊരു കാര്യം, പല ചർച്ചകളിലും പങ്കെടുത്തപ്പോൾ ഞാൻ പറഞ്ഞത്, രാഘവ് ചദ്ദ താമസം വിന ആം ആദ്മി പാർട്ടിയിൽ നിന്ന് പുറത്താകും, അദ്ദേഹം BJPയിൽ ചേരും എന്ന് ഞാൻ അന്ന് പറഞ്ഞിരുന്നു. ഇപ്പോഴതുപോലെ അദ്ദേഹം പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം അദ്ദേഹം പറയുന്നത്, അദ്ദേഹം നല്ല ഒരു പ്രവർത്തകനാണ്, 15 വർഷമായി ആ പാർട്ടിക്ക് വേണ്ടി സമയം കൊടുത്തു. പക്ഷെ ആ പാർട്ടി നല്ല ശരിയായ ദിശയിലല്ല പോകുന്നത്. അതുകൊണ്ട് നല്ല ഒരാൾ, ഒരു മോശം പാർട്ടിയിലെ നല്ല ഒരാളാണ് താൻ, അതുകൊണ്ട് തനിക്ക് അവിടെ തുടരാൻ കഴിയില്ല എന്നുള്ളതാണ്. ഒപ്പം അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന 7 പേരും കൂടെ വരുമ്പോൾ ഏതാണ്ട് അദ്ദേഹം തന്നെയാണ് ശരിയെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. തീർച്ചയായിട്ടും 10 MPമാരിൽ 7 പേരും ഇത് വിട്ട് BJPയിൽ ചേരുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തോടൊപ്പം 50%-ലധികം 70%-ഓളം വളരെ കൃത്യമായിട്ട് അരവിന്ദ് കെജ്രിവാളിന്റെ അഴിമതിയെക്കുറിച്ച് പരിപൂർണ ബോധ്യമുള്ളത് കൊണ്ടാണ് ഇവർ മൗനം പാലിച്ചതും പിന്നീട് പാർട്ടി വിട്ടതും. അതായത് നമുക്കറിയാം, മറ്റൊന്നുമല്ല വിഷയം. BJP ഉയർത്തിക്കാണിക്കുന്നതും കോൺഗ്രസ് ഉയർത്തിക്കാണിക്കുന്നതും ഇടത് പാർട്ടികൾ ഉയർത്തിക്കാണിക്കുന്നതും മറ്റു പ്രാദേശിക പാർട്ടികൾ ഉയർത്തിക്കാണിക്കുന്നതും ആയിട്ടുള്ള ഒരു പ്രശ്നങ്ങളുമല്ല ഇവർ ഉയർത്തിക്കാണിക്കുന്നത്. ഇവർ ഉയർത്തിക്കാണിച്ചത് അഴിമതി, അതുപോലെ ഡൽഹിയിലെ ഇലക്ട്രിസിറ്റി, കുടിവെള്ള വിതരണം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അവർ ഉയർത്തിക്കാണിച്ചത്. അതിൽ അഴിമതിയാണ് ഏറ്റവും വലിയ. സന്ധിയില്ലാ സമരം, സന്ധിയില്ലാ പോരാട്ടം അഴിമതിക്കെതിരെ നടത്തും എന്ന് പറഞ്ഞാണ് അരവിന്ദ് കെജ്രിവാൾ രംഗത്ത് വന്ന. അതേ കെജ്രിവാൾ മദ്യവിതരണത്തിന് ലൈസൻസ് കൊടുക്കുന്നതിൽ വലിയ അഴിമതി നടത്തി എന്നുള്ള ആക്ഷേപം വന്നപ്പോൾ അതിനെ മറച്ചുവെക്കാനാണ് ശ്രമിച്ചത്. അതിന്മേൽ ഒരു അന്വേഷണം നടത്താൻ പോലും അദ്ദേഹം തയ്യാറായില്ല. ഒടുവിൽ ഡൽഹി ലഫ്റ്റനന്റ് ഗവർണറൊക്കെ ഇടപെട്ട് കേന്ദ്ര സർക്കാരിന് നിർദ്ദേശം കൊടുക്കേണ്ടി വന്നു ED അന്വേഷണത്തിന്. അങ്ങനെയാണ് ED അത് അന്വേഷിച്ചത്. അന്വേഷിച്ചതിന്റെ ഫലമായിട്ടാണ് ഇവരെല്ലാം അറസ്റ്റിലായി റിമാൻഡിലായത്.
ഇങ്ങനെ ഈ അഴിമതിക്കെതിരെയുള്ള പോരാട്ടം എന്നൊരു വശത്ത് പറയുകയും മറുവശത്ത് നിരന്തരം അഴിമതിക്ക് കുടപിടിക്കുകയും ചെയ്യുക, അഴിമതി നടത്തുക, ഈ ഇരട്ടത്താപ്പാണ് രാഘവ് ചദ്ദയെ പോലെയുള്ള ആൾക്കാരെ ആം ആദ്മി പാർട്ടിയിൽ നിന്ന് അകറ്റിയത്. അത് വളരെ കൃത്യമാണ്. കാരണം അദ്ദേഹം തൻ്റെ ആദർശത്തിൽ വെള്ളം ചേർക്കാൻ തയ്യാറല്ല. അദ്ദേഹം അഴിമതിക്കെതിരെ പോരാടാനാണ് ആം ആദ്മി പാർട്ടിയുമായിട്ട് കൈകോർത്തത്. അതായത് അതുവരെ ഉണ്ടായിരുന്ന, നമുക്കറിയാം, 2G സ്പെക്ട്രം അഴിമതി, അതുപോലെ കോമൺവെൽത്ത് ഗെയിംസ് അഴിമതി, അതുപോലെ കോൾഗേറ്റ് അഴിമതി, ഇതെല്ലാം കൽക്കരി അഴിമതി, ഇതെല്ലാം കോൺഗ്രസിന്റെ കാലത്ത് നടന്നതാണ്. അതിലെല്ലാം ഈ ഡൽഹി സർക്കാരിന് നേരിട്ടോ അല്ലാതെയോ പങ്കുണ്ട്. ഇത് മനസ്സിലാക്കിയിട്ടാണ് അതിനെതിരെ പോരാടാൻ ഈ അണ്ണാ ഹസാരയുടെ ഗ്രൂപ്പിൽ നിന്ന്, ആ സമരമുഖത്ത് നിന്ന് ഒരു കൂട്ടം ചെറുപ്പക്കാരും പരിണിതപ്രജ്ഞരായ കുറെ ആൾക്കാർ മുന്നോട്ട് വന്നു. മുല്ലപ്പൂ വിപ്ലവം പോലെയാണ്. അതായത് അന്ന് വലിയ, അതായത് ഇന്നത്തെ നമ്മുടെ ജെൻസി കലാപം എന്നൊക്കെ പറയുന്നത് പോലെ മാത്രമല്ല, കാരണം ഒരു ഭരണഘടനയില്ലാതെ, ഒരു പാർട്ടിയുടെ ഒരു ചട്ടക്കൂടും ഇല്ലാതെ, ഒരു സുപ്രഭാതത്തിൽ ഒരു കൂട്ടം ആൾക്കാർ വെറുതെ അഴിമതിക്കെതിരെ എന്ന് പറഞ്ഞിട്ട് കൂടുന്നതാണ്. ജനങ്ങൾക്കിടയിൽ അതൊരു ചലനം ഉണ്ടാക്കി. പക്ഷെ അതൊരു രാഷ്ട്രീയ പാർട്ടിയായി അധികം കാലം നിലനിൽക്കില്ല. കുറച്ച് ഈ അഴിമതിക്കെതിരെ എപ്പോഴും ജനം പ്രതികരിക്കും. അവര് അഴിമതി വെച്ച് പൊറിപ്പിക്കില്ല. കേരളത്തിലും അഴിമതിക്കെതിരെ വേണ്ടി വന്നല്ല, അത് അവരെ നയിക്കാൻ ശരിയായ വിധത്തിൽ കൊണ്ടുപോകാൻ ആളില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ സംഭവിച്ചത് എന്താന്ന് വെച്ചാൽ, അങ്ങനെ വന്ന ജനം പക്ഷെ അവരെ ചതിക്കുന്ന, വഞ്ചിക്കുന്ന ഒരു പരിപാടിയാണ് ഈ അരവിന്ദ് കെജ്രിവാളിന്റെ നേതൃത്വത്തിൽ നടന്നത്. തുടക്കം തൊട്ട് തന്നെ ഇതുപോലെ വളരെ വലിയ, അതായത് ഈ ഡൽഹിയിൽ നമുക്കറിയാം, മറ്റേ സ്ത്രീകൾക്ക് ബസ് യാത്ര സൗജന്യം, അതുപോലെ തന്നെ അത്തരം ഫ്രീ ബീസുകൾ ആദ്യമായിട്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കൊണ്ടുവന്നത് വലിയ രീതിയിൽ പയറ്റി നോക്കിയത് അരവിന്ദ് കെജ്രിവാളാണ്, ആം ആദ്മി പാർട്ടിയാണ്. എന്തായാലും അതിന്റെ ഫലം ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് പല സംസ്ഥാനങ്ങൾ, ഹിമാചൽ പ്രദേശ്, കർണാടകയൊക്കെ ഖജനാവ് തോണ്ടി അത് കുത്തുവാള എടുത്ത അവസ്ഥയിലാണ്. ഇരിക്കട്ടെ. ഇപ്പോൾ ഈ അരവിന്ദ് കെജ്രിവാൾ കൊണ്ടുവന്ന ഇത്തരം കാര്യങ്ങളെ പിന്നീട് കോൺഗ്രസ് അടക്കമുള്ളവർ ഏറ്റെടുത്തത് നമ്മൾ കണ്ടു. BJP ഒരു പരിധി വരെ അതൊക്കെ ഏറ്റെടുക്കാൻ നിർബന്ധിതരായിരിക്കും. ഈ സൗജന്യങ്ങൾ കൊടുത്തുകൊണ്ട് എത്ര നാൾ മുന്നോട്ട് പോകും എന്ന് എനിക്കറിയില്ല. എന്തായാലും ഇതാണ് ഡൽഹി സർക്കാരിൻ്റെ അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടിയുടെ ഒരു പശ്ചാത്തലം. പക്ഷെ അവിടെ നിന്ന് വളരെ കൃത്യമായി ആദർശത്തോട് വിട്ടുവീഴ്ച ചെയ്യില്ല, അഴിമതിയോട് വിട്ടുവീഴ്ച ചെയ്യില്ല, തൻ്റെ ആദർശത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് രാഘവ് ചദ്ദ അവിടുന്ന് പുറത്തു വന്നു. അദ്ദേഹത്തിനോടൊപ്പം മറ്റ് 6 പേര് വന്നു, മൊത്തം 7 പേര്. അവർക്ക് പക്ഷേ ഈ രാഷ്ട്രീയത്തിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ നമുക്കറിയാമല്ലോ, ആശ്രയിക്കാൻ ആരെങ്കിലും വേണം. ഇന്ന് അവർ നോക്കിയപ്പോൾ ഈ കഴിഞ്ഞ 12 വർഷമായിട്ട് രാജ്യം ഭരിച്ചെങ്കിലും ഒരു അഴിമതി ആരോപണം പോലും BJPക്കെതിരെ, പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ, നരേന്ദ്രമോദിയുടെ മന്ത്രിസഭയിലെ മന്ത്രിമാർക്കെതിരെ ഉന്നയിക്കാൻ കോൺഗ്രസിനോ മറ്റു പ്രതിപക്ഷ കക്ഷികൾക്കോ സാധിച്ചിട്ടില്ല. റഫേൽ അടക്കമുള്ള വിഷയങ്ങളിൽ, ഇടപാടുകളിൽ വലിയ അഴിമതി ആരോപണമൊക്കെ കൊണ്ടുവന്നു, സുപ്രീം കോടതിയിൽ പോയി. ഒരു കേസിൽ പോലും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. പ്രഥമ ദൃഷ്ട്യാ പോലും തെളിവില്ലാത്ത ആരോപണങ്ങൾ. അത് സുപ്രീം കോടതി ആ ഹർജികളെല്ലാം ചുരുട്ടിക്കൂട്ടി ചവറ്റുകുട്ടയിൽ ഇട്ടു. അങ്ങനെയുള്ള ഒരു പാർട്ടിയെ തീർച്ചയായിട്ടും രാഘവ് ചദ്ദയെ പോലെയുള്ള പരിണിതപ്രജ്ഞനായ ഒരു രാഷ്ട്രീയ നേതാവ് സ്വീകരിക്കും. അതാണ് ഇവിടെ സംഭവിച്ചത്. രാഘവ് ചദ്ദ BJPക്ക് കൈകൊടുക്കാനുള്ള ഒരു കാരണവും അതാണ്. ഈ BJP ഇലക്ട്രൽ ബോണ്ട് വാങ്ങിച്ച കഥയൊക്കെ എല്ലാവരും പറയും. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സംഭാവന സ്വീകരിക്കുന്നുണ്ട്. അതിൽ നമ്മുടെ ഭരണഘടന ഇലക്ട്രൽ ബോണ്ടൊക്കെ നല്ലതാണ് അനുസരിച്ച്, ഭരണഘടനയിലെ അല്ലെങ്കിൽ നമ്മുടെ നിയമങ്ങൾ അനുസരിച്ചാണ് അത് വാങ്ങിയിരിക്കുന്നത്. അത് മറ്റൊരു വിഷയമാണ്. അതിന്റെ ധർമാധർമ്മങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കും. പക്ഷെ BJP ഒളിച്ചും പാത്തും പതുങ്ങിയും പണം വാങ്ങിയില്ല എന്ന് പറഞ്ഞിട്ടില്ല. കൃത്യമായി സുതാര്യമായി ത്രൂ ബാങ്ക് അക്കൗണ്ടിൽ പണം വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനകത്ത് ആ തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉന്നയിക്കാൻ ആർക്കും കഴിയില്ല. അത് BJP മാത്രമല്ല, കോൺഗ്രസും വാങ്ങിച്ചിട്ടുണ്ട്, മറ്റു പല പാർട്ടികളും വാങ്ങിയിട്ടുണ്ട്. എന്തായാലും രാഘവ് ചദ്ദ വളരെ കൃത്യമായൊരു തീരുമാനമെടുത്ത് BJPക്കൊപ്പം വന്നിരിക്കുന്നു. ഇത് ഡൽഹിയിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കും. BJPക്ക് രാജ്യസഭയിൽ 7 MP-മാരെ കൂടെ കിട്ടുകയാണ്. അതും BJPയുടെ കരുത്ത് ഒന്നുകൂടെ വർദ്ധിപ്പിക്കും. അത് മാത്രമല്ല,
BJPക്ക് ഇനിയിപ്പോ ലോക്സഭയിലാണ് MP-മാരുടെ എണ്ണം കുറവ്, കേവല ഭൂരിപക്ഷം ഇല്ല. അത് ഈ ബംഗാൾ, അതുപോലെ തന്നെ തമിഴ്നാട്, കേരളം, ആസാം തെരഞ്ഞെടുപ്പൊക്കെ കഴിയണതും രാജ്യത്ത് വീണ്ടും ചില രാഷ്ട്രീയ മാറ്റങ്ങൾ ഉണ്ടാകും എന്നാണ് ഞാൻ കണക്ക് കൂട്ടുന്നത്. കോൺഗ്രസിന്റെ നില കൂടുതൽ പരുങ്ങലിലാവും. കോൺഗ്രസ് ഒരു പക്ഷേ പിളരാൻ പോലുമുള്ള ഒരു സാധ്യതയുണ്ട്. ഇത് വരാൻ പോകുന്നത് മെയ് 4-ന് ശേഷമേ അത്തരം കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് സംസാരിക്കാൻ കഴിയുകയുള്ളൂ. എന്തായാലും രാഘവ് ചദ്ദയും കൂട്ടരും ഉചിതമായ തീരുമാനമെടുത്തിരിക്കുന്നു. അവർ ചൂലുപേക്ഷിച്ച് താമരയെ കയ്യിലെടുത്തിരിക്കുന്നു.